പല വിധങ്ങളായുള്ള മാനസിക വ്യാപാരങ്ങളെ നിരോധിക്കുമ്പോൾ മനസ്സ് ശൂന്യമാകുന്നു, ഏകാഗ്രമാകുന്നു. അത്തരം ഒരു മനസ്സ് ധ്യാനത്തിന് പാകമാകുന്നു. ധ്യാനം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു. ശാന്തി ആരോഗ്യം പകരുന്നു. ഏകാഗ്രമായ മനസ്സാണ് എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം അല്പനേരത്തേക്കെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കുകയും നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാനും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഹിമാലയത്തിലും മറ്റുമുള്ള സന്യാസിമാർ ഏകാന്തതയിലൂടെയാണ് തങ്ങളുടെ ഏകാഗ്രതയെ പരിപോഷിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ നാം ജീവിക്കുന്ന ഏറെ ബഹളമായ ലോകത്താണ്. നമ്മുടെ ജീവിതവും ഏറെ തിരക്ക് പിടിച്ചതാണ്. പല വിധങ്ങളായ പിരിമുറുക്കങ്ങളിൽ നിന്നും യോഗ നമ്മെ മോചിപ്പിച്ച് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്വസന നിയന്ത്രണ കലയിലൂടെ ശരീരത്തിന്റെ താളത്തെ ശാന്തമാക്കുന്നു. നമ്മുടെ ശിരാപടലങ്ങളെ സ്വാന്തനപ്പെടുത്തുന്നു. നമ്മുടെ ശരീരം ഒരു ആരാധനാലയമാണ്. ക്ഷേത്രം നാം വിളിക്കുന്നത്. ബോഡി ഈസ് എ ടെമ്പിൾ. അതിനെ ആദരവോടെയും സ്നേഹത്തോടെയുമാണ് നാം കാണേണ്ടത്. ശരീരം നന്നായി സൂക്ഷിക്കാനാണല്ലോ നമ്മൾ ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതുമെല്ലാം. ശരീരത്തെ ആരോഗ്യത്തോടെ ദുർമേധസ്സില്ലാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അതുപോലെ തന്നെയോ അതിലേറെയോ പ്രധാനമാണ് മനസ്സിനെ ശുദ്ധിയോടെയും വൃത്തിയോടെയും ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നത്. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമായുള്ളൊരു മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ശാരീരിക ആരോഗ്യമുണ്ടാവും. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടിനെയും നശിപ്പിക്കുന്നതാണ് ഈ ലഹരിയുടെ ലോകം. നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികളും യുവാക്കളും യുവതികളും ഇന്ന് ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സും ശരീരവും തകർന്നു കഴിഞ്ഞു. സുന്ദരമായ ഈ ജീവിതത്തിന്റെ വൃത്തത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യം അവർ നശിപ്പിച്ചു. യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തെയും സൂക്ഷ്മമായി അറിഞ്ഞവർ ഇത്തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും തകർക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഗ പകരുന്ന ശാന്തിയിലൂടെ ജീവിതത്തെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കും. ഈ ശരീരത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ശരീരം ഉപയോഗിച്ച് ഈ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വസന്തമായിരിക്കും. ഓരോ ജീവിതവും സന്തോഷത്തിന്റെ പൂക്കൾ വിടുന്ന വസന്തങ്ങളായി മാറട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. ലഹരിയുടെ തീക്കനൽ വീണ് വരണ്ടു പോവാൻ ഒരു ജീവിതത്തെയും അനുവദിക്കില്ല നമ്മൾ. അതിനെതിരെ പോരാടുന്ന ഹീറോകളായി മാറുമെന്ന് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ബി എ ഹീറോ. നമുക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ബി എ ഹീറോ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ബി എ ഹീറോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. നടന്ന മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ അന്തർദേശീയ യോഗാ ദിനാചരണത്തിന്റെ ചടങ്ങിൽ മോഹൻലാൽ പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് തിരികൊളുത്തി മോഹൻലാലും മേജർ രവിയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു.